ഹായ് ഹലോ നമസ്കാരം. ചോയ്സ് പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. എറണാകുളം ജില്ലയിൽ ആലുവ രാജഗിരി ഹോസ്പിറ്റലിൽ നിന്ന് വളരെ അടുത്തായി സ്ഥിതി ചെയ്യുന്നൊരു 4 ബെഡ്റൂം നമ്മൾ ഇതിനു മുമ്പ് കാണാത്ത ഒരു മോഡലിലുള്ളൊരു മനോഹരമായ വില്ലയുടെ വിശേഷവുമായാണ് ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. 4.5 സെൻറ്റിൽ തുടങ്ങി 5.5 സെൻറ്റ് വരെയും 1680 സ്ക്വയർ ഫീറ്റിൽ തുടങ്ങി 2300 സ്ക്വയർ ഫീറ്റ് വരെയുമുള്ള 4 ബെഡ്റൂം മനോഹരമായ വില്ലകളാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. വീടിൻ്റെ ക്വാളിറ്റിയുടെ കാര്യത്തിലും മോഡലിൻ്റെ കാര്യത്തിലും ഒന്നുപോലെ തന്നെ ശ്രദ്ധ കൊടുത്തുകൊണ്ടാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഈ വീട്ടിൽ നിന്ന് കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് 16 കിലോമീറ്ററാണുള്ളത്. കൂടാതെ കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 15 കിലോമീറ്ററും രാജഗിരി ഹോസ്പിറ്റലിലേക്ക് 2.5 കിലോമീറ്ററുമാണ് വരുന്നത്. ഇതൊരു ഗേറ്റഡ് കമ്മ്യൂണിറ്റി ആയതുകൊണ്ട് തന്നെ സെപ്പറേറ്റ് ഗേറ്റുകൾ കൊടുക്കാതെയാണ് വീട് ചെയ്തിരിക്കുന്നത്. വലിയൊരു SUV കവേർഡ് കാർ പാർക്കിംഗ് സ്പേസ് നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ വേറെയും കാറുകൾ ഇടാനുള്ള സൗകര്യം നമുക്ക് ഈ വീടിന് മുന്നിലായി ലഭിക്കുന്നുണ്ട്. നല്ലൊരു ഗാർഡൻ ഏരിയയൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നതായി നമുക്ക് കാണാം. ബാംഗ്ലൂർ സ്റ്റോണുകൾ വിരിച്ച് വളരെ മനോഹരമാക്കി തന്നെ മുറ്റം ഫിനിഷ് ചെയ്തിട്ടുണ്ട്. മുഴുവനായി ഗ്രാനൈറ്റിൽ തന്നെ തീർത്തിരിക്കുന്ന ഒരു സിറ്റ് ഔട്ട് ഇവിടെ നമുക്ക് കാണാം. ഒരു മോഡേൺ സ്റ്റൈലിൽ തന്നെ ഫിനിഷ് ചെയ്തിരിക്കുന്ന നല്ലൊരു മെയിൻ ഡോറും ഇവിടെ നൽകിയിട്ടുണ്ട്. നമുക്കിനി ഈ വീടിൻ്റെ അകത്തേക്കൊന്ന് കടന്നു ചെല്ലാം. അകത്തേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ ആദ്യം കാണുന്നത് ഈ വീട്ടിലെ ഗസ്റ്റ് ലിവിംഗ് ഏരിയയാണ്. 2 ഭിത്തികളിലായി 2 വലിയ വെന്റിലേഷനുകൾ നൽകിയിരിക്കുന്നത് നമുക്ക് കാണാം. മറ്റൊരു ഭാഗത്തായി മൾട്ടിവുഡിൽ തീർത്ത നല്ലൊരു പാർട്ടീഷൻ വർക്കും ഇവിടെ നൽകിയിട്ടുണ്ട്. പ്രൊഫൈൽ ലൈറ്റൊക്കെ കൊടുത്തുകൊണ്ടുള്ള മനോഹരമായൊരു സീലിംഗ് വർക്ക് തന്നെയാണ് ലിവിംഗ് ഏരിയയിൽ കൊടുത്തിരിക്കുന്നത്. നല്ലൊരു പെയിൻറ് കളർ കോമ്പിനേഷൻ തന്നെയാണ് വീടിൻ്റെ ഇൻസൈഡിലായി ചൂസ് ചെയ്തിരിക്കുന്നത്. നമ്മളിപ്പോൾ കാണുന്നതാണ് ഈ വീട്ടിലെ ഡൈനിങ് ഏരിയ. വളരെ വിശാലമായൊരു ഡൈനിങ് ഏരിയ തന്നെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. 10ഓളം ആളുകൾക്ക് സുഖമായിരിക്കാവുന്നത്ര വലിയൊരു ഡൈനിങ് ടേബിൾ നമുക്കിവിടെ പ്ലേസ് ചെയ്യാവുന്നതാണ്. സ്റ്റെയർവേനോട് തൊട്ട് ചേർന്ന് ഒതുങ്ങിമാർ തന്നെയാണ് ഇവിടെ വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു ബ്രിക്ക് ഡിസൈനിലുള്ള ടെക്സ്ചർ വർക്കൊക്കെ ബാക്ക്ഗ്രൗണ്ടായി നൽകി വളരെ മനോഹരമാക്കി തന്നെ ഇവിടെ വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ കടന്നു ചെല്ലുന്നത് ഈ വീട്ടിലെ വിശാലമായ അടുക്കളയിലേക്കാണ്. ഒരു വുഡൻ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് ഇവിടെ കിച്ചൺ കബോർഡ് ചെയ്തിരിക്കുന്നത്. താഴെയും മുകളിലുമായി ആവശ്യത്തിന് കബോർഡ് വർക്കുകൾ ഇവിടെ നൽകിയിട്ടുണ്ട്. 7ഓളം ജനൽപ്പാളികളുള്ള വലിയൊരു വെന്റിലേഷൻ തന്നെയാണ് അടുക്കളയിൽ നൽകിയിരിക്കുന്നത്. കൃത്യമായി വാസ്തുപരമായി തന്നെയാണ് ഈ വീടിൻ്റെ കിച്ചൺ നിർമ്മിച്ചിരിക്കുന്നത്. പ്രൊഫൈൽ ലൈറ്റൊക്കെ കൊടുത്തുകൊണ്ടുള്ള നല്ലൊരു സീലിംഗ് വർക്കും നമുക്ക് ഈ വീടിൻ്റെ കിച്ചണിൽ കാണാം. നമുക്കിനി വീട്ടിലെ 1ാമത്തെ ബെഡ്റൂമിലേക്കൊന്ന് കടന്നു ചെല്ലാം. 13 അടിയോളം നീളവും 11 അടി വീതിയുമാണ് ഈ ബെഡ്റൂമിന് വരുന്നത്. നല്ല രീതിയിൽ തന്നെ വെന്റിലേഷനൊക്കെ കൊടുത്ത് മനോഹരമാക്കി തന്നെയാണ് ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. ബെഡ്റൂമിൻ്റെ ഒരു കോർണറിലായി 2 പാളികളുള്ള വലിയൊരു വാർഡ്രോബും ഇവിടെ നൽകിയിട്ടുണ്ട്. പ്രൊഫൈൽ ലൈറ്റൊക്കെ കൊടുത്തുകൊണ്ടുള്ള നല്ലൊരു സീലിംഗ് വർക്ക് നമുക്ക് ഈ വീടിൻ്റെ ബെഡ്റൂമിലും കാണാം. വെറ്റ് ആൻഡ് ഡ്രൈ പോർഷനാക്കി തിരിച്ചുകൊണ്ട് ഭംഗിയാക്കി തന്നെയാണ് ബാത്റൂമും ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഈ വീട്ടിലെ 2ാമത്തെ ബെഡ്റൂമിലേക്കൊന്ന് കടന്നു ചെല്ലാം. ഏകദേശം 10 അടി വീതിയും 9 അടി നീളവുമാണ് ഈ ബെഡ്റൂമിന് വരുന്നത്. നല്ലൊരു സീലിംഗ് വർക്കൊക്കെ ഈ ബെഡ്റൂമിലും കൊടുത്തിട്ടുണ്ട്. റൂഫ് ടോപ്പ് വരെ ചെയ്തിരിക്കുന്ന 2 പാളികൾ കൊടുത്തുകൊണ്ടുള്ള വലിയൊരു വാർഡ്രോബും ഇവിടെ നൽകിയിരിക്കുന്നതായി നമുക്ക് കാണാം. നമുക്കിനി റൂമിലെ അറ്റാച്ച്ഡ് ബാത്റൂം ഒന്ന് കണ്ടു നോക്കാം. ഈ വീട്ടിലെ ഗ്രൗണ്ട് ഫ്ലോറിലെ വിശേഷങ്ങൾ ഏകദേശം നമ്മൾ പൂർത്തിയാക്കി കഴിഞ്ഞു. നമുക്കിനി ഈ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലേക്കൊന്ന് പോയി നോക്കാം. മുഴുവനായി ഗ്രാനൈറ്റിൽ തന്നെയാണ് ഇവിടെ സ്റ്റെയർവേ കൊടുത്തിരിക്കുന്നത്. കൂടാതെ ടഫൻ ഗ്ലാസ് ഇട്ട് ഹാൻഡ് റെയിലും നൽകിയിട്ടുണ്ട്. ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറി ചെല്ലുമ്പോൾ നമ്മൾ ആദ്യം കാണുന്നത് ചെറിയൊരു ലിവിംഗ് സ്പേസ് ആണ്. മൾട്ടിവുഡിൽ തീർത്ത ഒരു TV യൂണിറ്റും ഇവിടെ നൽകിയിട്ടുണ്ട്. പ്രൊഫൈൽ ലൈറ്റൊക്കെ കൊടുത്തുകൊണ്ടുള്ള നല്ലൊരു സീലിംഗ് വർക്കും നമുക്കിവിടെ കാണാം. അവിടെ നിന്ന് നമ്മൾ നേരെ കടന്നു ചെല്ലുന്നത് ഈ വീട്ടിലെ വിശാലമായ യൂട്ടിലിറ്റി സ്പേസിലേക്കാണ്. യൂട്ടിലിറ്റി ഏരിയക്കുപരി ഇതൊരു ബാൽക്കണിയുടെ ഫീൽ തന്നെയാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. വളരെ ഗംഭീരമായൊരു വ്യൂ തന്നെയാണ് നമുക്കിവിടെ നിന്ന് കാണാനാവുന്നത്. ടെറസിലേക്ക് പോകാനുള്ള കോണിപ്പടികളും ഇവിടെ നിന്ന് നൽകിയിട്ടുണ്ട്. വാഷിംഗ് മെഷീൻ വെക്കുന്നതായിട്ടുള്ള പോയിന്റൊക്കെ ഇവിടെ നൽകിയിരിക്കുന്നതായി നമുക്ക് കാണാം. ഇനി നമ്മൾ കടന്നു വരുന്നത് ഈ വീട്ടിലെ 3ാമത്തെ ബെഡ്റൂമിലേക്കാണ്. ഏകദേശം 13 അടിയോളം നീളവും 11 അടി വീതിയുമാണ് ഈ ബെഡ്റൂമിന് വരുന്നത്.
വലിയൊരു ടഫൺ ഗ്ലാസിൽ ചെയ്ത വെന്റിലേഷനൊക്കെ നൽകിയിരിക്കുന്നത് നമുക്കിവിടെ കാണാം. 2 പാളികളുള്ള മനോഹരമായൊരു വാർഡ്രോബും ഇവിടെ നൽകിയിട്ടുണ്ട്. നല്ലൊരു സീലിംഗ് വർക്ക് ഈ ബെഡ്റൂമിലും കൊടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ കാണുന്നതാണ് ഈ റൂമിലെ അറ്റാച്ച്ഡ് ബാത്റൂം. അടുത്തതായി നമുക്കിനി വീട്ടിലെ അവസാനത്തെ ബെഡ്റൂമിലേക്കൊന്ന് കടന്നു ചെല്ലാം. ഏകദേശം 11 അടി നീളവും 10 അടി വീതിയുമാണ് ഈ ബെഡ്റൂമിന് വരുന്നത്. ഭംഗി ഒട്ടും തന്നെ കുറക്കാതെ ഇവിടെയും നല്ലൊരു സീലിംഗ് വർക്ക് തന്നെ കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാം. ബെഡ്റൂമിന്റെ ഒരു കോർണറിലായി 2 പാളികളുള്ള വലിയൊരു വാർഡ്രോബും നൽകിയിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ വെന്റിലേഷൻ കൊടുത്തുകൊണ്ടാണ് ഈ ബെഡ്റൂമും ചെയ്തിരിക്കുന്നത്. ഈ വീട്ടിലെ ഒരു പ്രധാനപ്പെട്ട ഏരിയയിലേക്കാണ് നമ്മളിപ്പോൾ കടന്നു ചെല്ലുന്നത്, അതായത് ഈ വീടിന്റെ ബെഡ്റൂം ബാൽക്കണിയിലേക്ക്. വളരെയേറെ റിലാക്സേഷൻ കിട്ടുന്ന ഒരു ഗംഭീര വ്യൂ തന്നെയാണ് നമുക്കിവിടെ നിന്ന് ലഭ്യമാവുന്നത്. ഇത്രയേറെ ഭംഗിയുള്ളൊരു ബെഡ്റൂം ബാൽക്കണി നമ്മൾ അടുത്തൊന്നും കണ്ടതായി ഓർക്കുന്നില്ല. നമുക്കിനി ഈ വീട്ടിലെ മെയിൻ ബാൽക്കണിയിലേക്കൊന്ന് കടന്നു ചെല്ലാം. അത്യാവശ്യം നീളമേറിയൊരു ബാൽക്കണി തന്നെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. കോൺക്രീറ്റ് പില്ലറുകൾ വെർട്ടിക്കലായി നൽകി നല്ലൊരു ഡിസൈനാക്കി തന്നെയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഈ വീടിന്റെ വിശേഷങ്ങൾ ഏകദേശം നമ്മൾ പങ്കുവെച്ചു കഴിഞ്ഞു. നമുക്കിനി ഈ വീടിന്റെ വിലയൊന്ന് നോക്കാം. 4.5 സെന്റിൽ തുടങ്ങി 5.5 സെന്റ് വരെയും 1650 സ്ക്വയർ ഫീറ്റിൽ തുടങ്ങി 2300 സ്ക്വയർ ഫീറ്റ് വരെയുമുള്ള 4 ബെഡ്റൂം വില്ലകളാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. വെറും 73 ലക്ഷത്തിൽ തുടങ്ങി 87 ലക്ഷം വരെയുള്ള വില്ലകളാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. വിലകൾ തീർച്ചയായും നെഗോഷ്യബിൾ ആണ്, കൂടാതെ ലോണും അവൈലബിൾ ആണ്. ഈ മനോഹരമായ വില്ല ആരെങ്കിലും നേരിൽ കാണാൻ ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ ചോയ്സ് പ്രോപ്പർട്ടീസുമായി ബന്ധപ്പെടേണ്ടതാണ്. ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു ദിവസം പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ തൽക്കാലം ഞങ്ങൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.